പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാനുള്ളത് തൃശ്ശിരാപ്പള്ളി എന്ന സ്ഥലത്തെ പെരിയ കടൈ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണമായ റോക്ക് ഫോർട്ട് കാണാനുള്ള യാത്രയിലാണ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണുക. തമിഴ്നാട്ടിലെ ചരിത്രവും ജീവിതവും നിറഞ്ഞ ഒരു നഗരമായ തൃശ്ശിനാപ്പള്ളി, പൊതുവിൽ തൃച്ചി എന്നാണ് പറയുന്നത്. ഇവിടെ കാണുന്ന ഓരോ വഴിക്കും ഓരോ വീഥിക്കും ഓരോ കഥയുണ്ട്. അങ്ങ് ദൂരെ ഭീമാകാരനായ 3.8 മില്യൺ വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന റോക്ക് ഫോർട്ട് ടെമ്പിൾ. എല്ലാ ക്ഷേത്രങ്ങളുടെ അടുത്തുള്ളതുപോലെ ഉള്ള കച്ചവടമല്ല ഇവിടത്തേത്. ഇതൊരു മാർക്കറ്റാണ്. പെരിയ കട, തമിഴിൽ വലിയ കട എന്നാണ് അർത്ഥം. പേര് പോലെ തന്നെ ഇത് ട്രിച്ചിയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ബ്രിട്ടീഷ് കാലത്തും അതിനു മുമ്പും ഇവിടെ ഒരു പ്രധാന ട്രേഡിംഗ് ഹബ്ബായിരുന്നു. റോക്ക് ഫോർട്ട് ടെമ്പിൾ അടച്ചിട്ടിരിക്കുകയാണ്. ചന്ദ്രഗ്രഹണമായ ഈ സമയത്ത് പൂജാരികളെല്ലാവരും കാവേരി തീരത്ത് അമ്മൻ ക്ഷേത്രത്തിൽ ഒത്തുകൂടി ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നവർ മന്ത്രോച്ചാരണം ചെയ്യുന്നു. ഇനി നാളെയേ എത്തൂ. ഞാൻ നേരെ തൃച്ചിയിലെ തന്നെ പേരുകേട്ട ക്രിസ്ത്യൻ പള്ളിയായ ലൂർദ് മാതാ ചർച്ച് കാണാൻ അതിൻ്റെ മുന്നിലാണ്. 19-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ പള്ളി ഫ്രാൻസിലെ ലൂർദസ് എന്ന സ്ഥലത്തെ പ്രശസ്തമായ പള്ളിയുടെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലൂർദ് മാതാ ചർച്ച് എന്ന് പറയുന്നത്. ഈ പള്ളി ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങൾക്കും ആശ്വാസ കേന്ദ്രമാണ്. ഇതിൻ്റെ മുന്നിലാണ് പ്രശസ്തമായ തെപ്പക്കുളം. തെപ്പ എന്നാൽ വെള്ളത്തിൽ നടത്തുന്ന ഫ്ലോട്ട് ഫെസ്റ്റിവൽ എന്നാണ് അർത്ഥം, അതായത് ഉത്സവകുളം. ഈ കുളം നിർമ്മിച്ചത് വിശ്വന്ത് നായക് 16-ാം നൂറ്റാണ്ടിലാണ്. പിന്നീട് നായ്ക്കർ ഭരണകാലത്തും കുളത്തെ വിപുലീകരിച്ചു. ഇവിടെ നിന്നാൽ അതാ കാണുന്ന വളരെ മനോഹരമായ റോക്ക് ഫോർട്ട് ടെമ്പിളിൻ്റെ മനോഹര ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചു വരുന്നു. ഈ കുളത്തിൻ്റെ 4 സൈഡും കച്ചവട സ്ഥാപനങ്ങളാണ്. എന്തു വേണമെങ്കിലും വാങ്ങാൻ കഴിയും. കൂടാതെ ലൂർദ് മാതാ പള്ളിയിൽ നിന്നും ട്രാഫിക് ഇല്ലാതെ പെരിയ കടയ്ക്കും റോക്ക് ഫോർട്ട് ടെമ്പിളിലേക്കും പോകുന്ന ഒരു ഇട റൂട്ട് ഇതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും തിരക്കുണ്ടാവും. ഒരു നഗരത്തെ മനസ്സിലാക്കാൻ അവിടുത്തെ മാർക്കറ്റുകളും കുളങ്ങളും ആരാധനാലയങ്ങളും കാണണം എന്നാണ്. ഞാൻ ഈ കുളത്തിൻ്റെ അരികിലൂടെ നടക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ടപ്പോൾ സ്കൂളിൽ നിന്ന കുട്ടികൾക്ക് അവരെയും വീഡിയോയിൽ എടുക്കാമോ എന്ന്. എനിക്ക് സന്തോഷം. ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ആരെയെങ്കിലും സംസാരിക്കാൻ കിട്ടുന്നത് തന്നെ സന്തോഷമല്ലേ. അവർ ടാറ്റ പറഞ്ഞു പോയി. ലൂർദ് മാതാ പള്ളിയുടെ ഒരു ഭാഗം ഇങ്ങനെയാണ്. ആർക്കിടെക്ട് വളരെ മനോഹരമാണ്. ഉയർന്ന ഗോപുരങ്ങൾ, ഏകദേശം 70 അടിയോളം ഉയരമുണ്ട് ഈ ഗോപുരത്തിന്. ഇവിടെ എല്ലാ മതസ്ഥരും പ്രാർത്ഥനയ്ക്കെത്തുന്നു. ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ട്രിച്ചിയിൽ 2 ബസ് സ്റ്റാൻഡുകളുണ്ട്. അതിലൊന്നാണ് ഈ ബസ് സ്റ്റാൻഡ്, ചൈത്രം. ഇത് പഴയ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്നും നഗരങ്ങളിലേക്കുള്ള സിറ്റി ബസ് ആണ് കൂടുതലും കിട്ടുന്നത്. ഞാൻ റൂം എടുത്തിരിക്കുന്നത് ശ്രീരംഗത്താണ്. ഇവിടെ നിന്നും 10 കിലോമീറ്റർ ദൂരമുണ്ട്. ഇനി റോക്ക് ഫോർട്ട് ടെമ്പിൾ നാളെ രാവിലെയേ തുറക്കൂ. അതുകൊണ്ട് മടങ്ങുകയാണ്. കാവേരി നദിയിലെ പാലം തൃച്ചിയും ശ്രീരംഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. കാവേരി നദിയുടെ കാഴ്ച തന്നെ മനോഹരമാണ്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരാണ് ആദ്യമായി ഇവിടെ പാലം നിർമ്മിക്കുന്നത്. ജലവിതരണത്തിനും കൃഷിക്കും വേണ്ടിയായിരുന്നു അത്. ഇവിടെ നിന്ന് നോക്കിയാൽ റോക്ക് ഫോർട്ട് ടെമ്പിളിൻ്റെ വളരെ മനോഹരമായ കാഴ്ച കാണാം. എൻ്റെ വാഹനം പാലത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എത്രയും വേഗം റൂമിലെത്തണം, വിശ്രമിക്കണം. ഇനി നാളെ രാവിലെ. റോക്ക് ഫോർട്ടിൻ്റെ സ്റ്റെപ്പുകൾ കയറുകയാണ്. ഇവിടെ ഏറ്റവും മുകളിലെ ഉച്ചിപ്പിള്ളയ ടെമ്പിൾ വരെ 417 സ്റ്റെപ്പുകൾ കയറണം. ഇതൊരു സാധാരണ ക്ഷേത്രമല്ല. 3.8 മില്യൺ വർഷം പഴക്കമുള്ള പാറയ്ക്ക് മുകളിൽ നിർമ്മിച്ച ഒരു കോട്ടയും ക്ഷേത്ര സമുച്ചയവുമാണ്. പുറത്ത് എത്ര ചൂടായാലും ഇതിനകത്ത് ചൂടേൽക്കില്ല. അത്ര തണുപ്പാണ് ഇവിടെ. സ്റ്റെപ്പുകൾ ഒറിജിനൽ പാറയിൽ കൊത്തിയിരിക്കുന്നതാണ്. ഇവിടെ ഒരു ശ്രീ മീനാക്ഷി സുന്ദരേശ്വര സന്നിധി കാണാം. ഇത് മധുരയിലെ മീനാക്ഷി അമ്മയുടെ സന്നിധിയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം മധുരയും തൃച്ചിയും നായ്ക്കർ ഭരണകാലത്ത് ഒരേ ഭരണകൂടത്തിലായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രധാന ദേവതകളെ വിവിധ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗം ശ്രദ്ധിച്ചാൽ ഇത് സാധാരണ പടികളല്ല. പാറയെ നേരിട്ട് കുത്തിപ്പൊളിച്ച് ഗുഹ പോലെ രൂപപ്പെടുത്തിയ വഴികളും പടികളുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുതന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇതൊരു
നിർമ്മിത കെട്ടിടമല്ല, ഒരു നാച്ചുറൽ റോക്കിനെ തന്നെ ഉപയോഗിച്ച് രൂപപ്പെടുത്തിയതാണ്. കയറുമ്പോൾ പല സന്നിധികളും വഴികളിൽ കാണാൻ കഴിയും. ഞാൻ കയറി വന്ന സ്ഥലമാണ്. ചില സ്ഥലങ്ങളിൽ വീതി കൂടുതൽ. ഇങ്ങനെ പാറ തുരന്ന് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ശൈലിയെ റോക്ക് കട്ട് ആർക്കിടെക്ചർ എന്ന് പറയും. പല്ലവ കാലത്താണ് ഇതാദ്യമായി നിർമ്മിച്ചത്. പിന്നീട് നായ്ക്കർ ഭരണകാലത്തും ഈ പാതകളും മണ്ഡപങ്ങളും വികസിപ്പിച്ചു. സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തിയപ്പോൾ വൗ, എന്താണിവിടെ! പാണ്ഡവർക്കായി മായൻ നിർമ്മിച്ച വർണ്ണപ്രപഞ്ചം, ഒരു അത്ഭുത ലോകം. ഇതൊരു സാധാരണ ഗുഹ തുരന്ന് നിർമ്മിച്ചതാണെന്ന് പറയുമോ? സാധാരണ ചോളകാലത്തെ ഒരു ക്ഷേത്രം പോലെ മനോഹരമായി ഇതിലെ ചിത്രങ്ങൾ. അത് കണ്ട് ഒരു നിമിഷം ഞാൻ നിന്നുപോയി. ഈ കാണുന്ന ചിത്രങ്ങൾ സാധാരണ പെയിൻറ്റുകളല്ല പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. 16 17 നൂറ്റാണ്ടുകളിലെ ചിത്രങ്ങളാണ്. നായ്ക്കർ കാലഘട്ടത്തിൽ വരച്ചതാണ്. ആ കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങൾ പൊതുവിൽ പൂജയ്ക്ക് മാത്രം അല്ലായിരുന്നു, കലയും സംസ്കാരവും സാഹിത്യവും പ്രചരിപ്പിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു. ഇവിടെ അടിയിലത്തെ നിലയിൽ നിന്നും വന്ന ഒരു കുംഭം കാണാം. ഇത് ഇപ്പോൾ ഉള്ള നിലയേക്കാൾ കൂടുതൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം രണ്ടാമത് കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചതാകാനാണ് സാധ്യത. ഇവിടുത്തെ ചിത്രങ്ങൾ പ്രധാനമായും ശിവൻ, പാർവതി, ഗണേശൻ തുടങ്ങി ദേവീദേവന്മാരുടെ ചിത്രങ്ങളാണ്. അവരുടെ ജീവിതത്തിലെ കഥാസന്ദർഭങ്ങളാണ്. ആലോചിച്ചു നോക്കൂ, ഇതിന് ചുവട്ടിലിരുന്ന് കഥകളും ധർമ്മങ്ങളും പഠിച്ചിരുന്ന കുട്ടികൾ, അവരെ പഠിപ്പിച്ച പണ്ഡിതന്മാർ, ആ ഒരു കാലം ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മകളിലെത്തുന്നു. ഇവിടുത്തെ പ്രധാന ദേവൻ തായുമാന സ്വാമിയാണ്. ശിവൻ്റെ ഒരു പ്രത്യേക രൂപം. ബിംബം ശിവലിംഗമാണ്. ഈ ഗുഹ പോലുള്ള സ്ഥലത്ത് ഈ ലിംഗം കാണുമ്പോൾ ഒരു പ്രത്യേക ശാന്തതയും ആത്മീയമായൊരു ഫീലും ലഭിക്കും. ശിവൻ അമ്മയും അച്ഛനും ഒരുമിച്ചുള്ള ദൈവ സ്വഭാവമാണ്. ആ സ്ഥലത്തേക്ക് ക്യാമറ അനുവദനീയമല്ല. ഇത് കണ്ടോ, ഇവിടെ പാറ തുരന്ന് മുകളിലേക്ക്, പിന്നെ ഒരു സൈഡിൽ വെട്ടിയ സ്റ്റെപ്പുകൾ. ഇതിന് മുകളിൽ, അതായത് ഏറ്റവും മുകളിലാണ് ഉച്ചിപ്പിള്ളയാർ എന്ന ഗണപതി സന്നിധി. അവിടേക്ക് പോവുകയാണ്. ഇവിടെ മുകളിലെത്തുമ്പോൾ നമ്മൾ അതിശയിക്കും. കാരണം ഇത്രയും ഉയരെ ഒരു മരമല്ല, 1-2 എണ്ണം ഈ കൊടും പാറയുടെ മുകളിൽ. ഈ മലയ്ക്ക് ഭൂനിരപ്പിൽ നിന്നും 273 അടിയാണ് ഉയരം. ഇതൊരു കെട്ടിടം പോലെ അടിസ്ഥാനം വെച്ച് പറയാൻ കഴിയില്ല. ഇതിലും എത്രയോ താഴേക്ക് വലിയൊരു പ്രദേശത്തെ പാറയുടെ ഒരു ഭാഗം മുകൾ മാത്രമാണിത്. ക്ഷീണിച്ചു വരുന്നവർക്ക് ദാഹമകറ്റാൻ ചായയും കോഫിയും ജ്യൂസും കിട്ടുന്ന കടകളും ഇതിന് മുകളിലുണ്ട്. ആ കാണുന്നതാണ് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം. ഇനി കുറച്ച് സ്റ്റെപ്പുകൾ കൂടി കയറിയാൽ മതി. അങ്ങനെ ഞാൻ 273 അടി ഉയരെ ഉച്ചിപ്പിള്ളയാർ സന്നിധിയിലെത്തി. ഉച്ചി എന്നാൽ ഏറ്റവും മുകളിൽ എന്ന അർത്ഥമേയുള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാൽ തൃച്ചി നഗരത്തിൻ്റെ സൗന്ദര്യം കാണാം. താഴെ പാറയുടെ മുകളിൽ നിൽക്കുന്ന മരങ്ങൾ, അങ്ങ് ദൂരെ അവിടെ പച്ചില തുരത്തുകൾ, വിശാലമായ കോൺക്രീറ്റ് വനം, അങ്ങ് ദൂരെ കാവേരി നദി, അതിനുമപ്പുറം ശ്രീരംഗം. ഇതിനകത്ത് 4 സൈഡിൽ നിൽക്കുമ്പോൾ 4 തരത്തിലാണ് കാഴ്ചകൾ. ഇത് മറ്റൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തെ സംബന്ധിച്ച് ഒരു ഐതിഹ്യ കഥയുണ്ട്. വിഭീഷണൻ ഒരു വിഷ്ണു വിഗ്രഹം കൊണ്ടുപോകുമ്പോൾ ഗണപതി ഒരു ബാലനായി വന്ന് വിഗ്രഹം ഇവിടെ വെക്കാൻ പറയുകയും പിന്നെ അത് ഇളക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു. അതിനുശേഷം ഗണപതി ഈ പാറയുടെ മുകളിലേക്ക് കയറി മറഞ്ഞുവെന്നാണ് ഐതിഹ്യം. ഇതാണ് താഴെ തായുമാന സ്വാമി ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം. അതിനുമപ്പുറം തെപ്പക്കുളം, ലൂർദമാതാ ചർച്ച്, കച്ചവട സ്ഥാപനങ്ങൾ, ബിൽഡിങ്ങുകൾ. 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലുമാണ് ഇവിടുത്തെ ഈ ക്ഷേത്രങ്ങളുടെ ആരംഭം. അന്നത്തെ കാലത്ത് ഇന്ന് ഉള്ളതുപോലെ മിഷനറി പോലും ഇല്ല. എന്നിട്ടും മനുഷ്യൻ ഈ അത്ഭുതത്തെ സൃഷ്ടിച്ചു. അവരുടെ മുന്നിൽ ശിരസ് നമിക്കാതെ എന്തു ചെയ്യാൻ കഴിയും? ഇവിടെ ജനലഴികൾക്കിടയിലൂടെയാണ് എൻ്റെ ക്യാമറ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര മനോഹരമായി ഇത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങ് ദൂരെ കാവേരി നദി, ഞാൻ ഇന്നലെ കാണിച്ച പാലം, അതിനുമപ്പുറം ശ്രീരംഗം, അവിടുത്തെ രംഗസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഞാൻ ശ്രീരംഗസ്വാമിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രവും അവിടെയുണ്ട്, ജംബുകേശ്വർ ക്ഷേത്രം. അതിൻ്റെ ഗോപുരവും കാണാം. ഇതിനു മുകളിൽ ഗണപതിയാണ് പ്രതിഷ്ഠ. അദ്ദേഹത്തെ തൊഴുതു. പടികൾ ഇറങ്ങുകയാണ്. പുറത്ത് നല്ല ചൂടാണ്. അകത്തേക്ക് എത്തിയാൽ നല്ല സമാധാനം കിട്ടും. അപ്പോഴും ഉച്ചിപ്പിള്ളയാരെ തൊഴാൻ ഭക്തർ മല കയറുന്നു. ഇത് ഭക്തിയുടെ മാത്രമല്ല, വിസ്മയിപ്പിക്കുന്ന കാഴ്ചയുടെ, ചരിത്രത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതിനകത്ത് എപ്പോഴും തണുപ്പാണ്. അതുകൊണ്ട് തന്നെ പലരും ഇവിടെ വിശ്രമിക്കുന്നു. ചിലർ വീഡിയോ എടുക്കുന്നു, ചിലരെ വിട്ട് എടുപ്പിക്കുന്നു. അതും ഒരു അനുഭവം.
പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.